ഹലോ എവറിവൺ, NMMSന്റെ റിസൾട്ടൊക്കെ വന്നു അല്ലേ? 2026ൻ്റെ നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ എത്ര പേർക്ക് NMMS കിട്ടിയെന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് NMMS എക്സാമിന് ഇത്ര മാർക്കാണ് കിട്ടിയത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അവിടെ നമുക്ക് സ്വാഭാവികമായിട്ടും 8ാം ക്ലാസ്സിൽ NMMSൽ നമ്മൾ ഇനി നെക്സ്റ്റ് ഇയറിൽ എഴുതുന്നുണ്ടെങ്കിൽ അവർക്കും വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു സമ്മർ ടൈം നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നടക്കുന്ന NMMS 2027ൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? അവിടെ നിങ്ങളൊരു ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഒരു 1 ഇയർ ഇനിയും സമയമില്ലേ, ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ അതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ നമുക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷൻ സമയം എന്ന് പറയുന്നത് നമ്മുടെ NMMS പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. എന്താണ് കാരണം എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, നമ്മളിപ്പോൾ ഉള്ളത് ഏകദേശം ഓൾമോസ്റ്റ് ഫ്രീ ടൈമാണ്. ഉറങ്ങുക, കഴിക്കുക, അല്ലെങ്കിൽ ആ രൂപത്തിൽ കുറച്ചു നേരം കളിക്കുക എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു പ്രഷറോ കാര്യങ്ങളോ നമുക്കില്ല. സ്കൂളിലെ ഹോംവർക്കിൻ്റെ പ്രഷർ ഇല്ല, വീട്ടിലെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രിപ്പറേഷൻ്റെ തിരക്കില്ല. നമ്മൾ ഏകദേശം 8-10 മണിക്കൂർ നമ്മൾ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രഷറൊന്നുമില്ലാതെ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിക്കുവാനുള്ള ഒരു സമയം നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തൊന്നുള്ളത്, നമ്മൾ ഇത്രയും നേരത്തെ തുടങ്ങുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ചുകൂടി എക്സാമിനെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ തീർച്ചയായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് വന്നിട്ടുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞ് NMMSൻ്റെ ഒരുപക്ഷെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മുടെ എക്സാം ബൈ ചാനലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങുന്നത് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അത്രയും സമയം നമുക്ക് അവിടെ നഷ്ടമാണ്. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന 1 വർഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ്റും അവസാനത്തെ 2 മാസം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. പ്രഷർ അവനക്ക് കൂടുതലായിരിക്കും. നേരത്തെ തുടങ്ങുന്നവർക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കുവാനുള്ള ഒരുപാട് സമയം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. സോ നമ്മൾ ഈ പറഞ്ഞ യു ആർ ഓൺ സ്റ്റെപ്പ് അഹെഡ് അല്ലേ, നമ്മൾ NMMS എക്സാമിലേക്ക് കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കൊരു ഡെയിലി ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒരു 8ാം ക്ലാസ്സിലേക്കാണ്. ഇതുവരെ 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ UP സ്റ്റുഡൻ്റ് ആയിട്ട് ചെറിയ കുട്ടി എന്നുള്ള ഒരു പേരായിരിക്കും നമുക്ക് ഉണ്ടാവുക. 8ാം ക്ലാസ് എത്തുന്നതോട് കൂടി നമ്മളൊരു വലിയ കുട്ടിയായി, ഒരു മെച്യൂരിറ്റി ഉള്ള കാര്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്യുവാനുള്ള ഒരു ബോയ് അല്ലെങ്കിൽ ഗേൾ ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവണം. അവിടെ നമുക്ക് നമ്മുടെ സ്കൂൾ സിലബസ് കുറച്ചും കൂടി ടഫായി വരാൻ വേണ്ടി പോവാണ്. 7 വരെ പഠിച്ചതുപോലെ അല്ലല്ലോ 8ാം ക്ലാസ് ഉണ്ടാവുക. എന്തായാലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അതേപോലെ സയൻസും സോഷ്യൽ സയൻസും എല്ലാ സബ്ജക്റ്റും കുറച്ചുകൂടി വൈഡായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്രയും കാലം നമുക്കില്ലാത്ത ചില ശീലങ്ങൾ പുതുതായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതിന് പറ്റിയ ഒരു സംഗതി കൂടിയാണ് NMMSൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു ടഫായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കോമ്പറ്റീഷൻ ആൻഡ് സ്കോളർഷിപ്പ് എക്സാം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ നമ്മുടെ സ്കൂൾ എക്സാം പോലെ അത്ര ഈസി ആവില്ല. എല്ലാവർക്കും സ്കോളർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതായാലും എക്സാമിന് ക്വസ്റ്റ്യൻ ഇടൂലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആ എക്സാമിലെ സ്കോളർഷിപ്പിൽ ഏറ്റവും ടോപ്പിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് തന്നെയുള്ള വർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ആവശ്യമായിട്ട് വരും. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും പഠനം ഒരു നിശ്ചിത ദിവസത്തിൽ നിശ്ചിത സമയം പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡെയിലി ലൈഫ് പോലെ, നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് പോലെ, കുളിക്കുന്നത് പോലെ, ഫുഡ് കഴിക്കുന്നത് പോലെ ഡെയിലി ഒരു 1 അവർ പഠിക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായി മാറേണ്ടതുണ്ട്. അങ്ങനെയുള്ളവർക്കേ NMMS കിട്ടിയിട്ടുള്ളൂ. അവസാനത്തെ 4 ദിവസമോ ഒരാഴ്ച ഒന്നും പ്രിപ്പയർ ചെയ്തവർക്ക് NMMS കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയണം. അതിൽ നമുക്ക് മാറ്റ് ഉണ്ട്, സാറ്റ് ഉണ്ട്, മെൻ്റൽ എബിലിറ്റി ഉണ്ട് അല്ലേ, പിന്നെ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. അവിടെ എല്ലാ സബ്ജക്റ്റുകളെ കുറിച്ചും നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച 7th കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച 6th ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. 8ാം ക്ലാസ്സിലെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ട തൽക്കാലം നമുക്ക് 6ഉം 7ൻ്റെയും നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി നോക്കാം. ഈ പറഞ്ഞ NMMSന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്കാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ അതേപോലെ എക്സാം ബൈ ലേണിങ്ങിൻ്റെ NMMS ചാനലൊക്കെ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാം. അതോടൊപ്പം തന്നെ സബ്ജക്റ്റുകളിൽ മാത്സ് പോലെയുള്ള, അപ്പോൾ മാത്സിലാണെങ്കിൽ ഫ്രാക്ഷൻസ്, റേഷ്യോ,
പേഴ്സൻറ്റേജ് തുടങ്ങിയ ആ കൺസെപ്റ്റുകളൊക്കെ അതിലെ നല്ല ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു തുടങ്ങാം. ആ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു തുടങ്ങാം. സയൻസിലാണെങ്കിൽ അതിലെ ബേസിക് കൺസെപ്റ്റുകൾ എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും ഒക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്തു നോക്കാം. അതോടൊപ്പം തന്നെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ആ ഉണ്ടായിരിക്കേണ്ട ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് എന്ത് ചെയ്യണം ഒരു ഐഡിയ ഉണ്ടാവണം. ഇത് നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ത് ചെയ്യും NMMS ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലായിട്ടും നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു സമയത്ത് കിട്ടുകയും ചെയ്യും. സോ നോ നീഡ് ടു സ്റ്റഡി ക്ലാസ് 8 നൗ. 8ാം ക്ലാസ്സിൽ നമുക്ക് ഒന്നും അറിയാത്ത ടോപ്പിക്ക് ടഫായിട്ട് നമ്മളിപ്പോൾ തൽക്കാലം പഠിക്കേണ്ടതില്ല. നമുക്ക് എന്ത് ചെയ്യാം 6th and 7th ഒന്നുകൂടി സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ 8th നമുക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ സമയം കിട്ടുകയും ചെയ്യും. എല്ലാ ടൈപ്പ് ടോപ്പിക്കും നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും. എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനും അങ്ങനെ നെക്സ്റ്റ് 2027 റിസൾട്ട് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ NMMS 2026 റിസൾട്ട് വന്നപ്പോൾ ഒരുപാട് കുട്ടികൾ അതിൻ്റെ മാർക്കും ഏറ്റവും ടോപ്പായിട്ടുള്ള രൂപത്തിൽ നമ്മുടെ കുട്ടികൾ നമ്മളൊക്കെ സന്തോഷം വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയുടെ കൂടെ നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ ഫോട്ടോ വരുമ്പോൾ നമ്മുടെ മുഖവും എന്ത് ചെയ്യണം തീർച്ചയായിട്ടും വരേണ്ടതുണ്ട്. നല്ല മാർക്ക് കിട്ടി അല്ലെങ്കിൽ കേരളത്തിലെ 1ാം റാങ്കിലേക്ക് എത്തി എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കര ഒരു കോൺഫിഡൻറ്റോട് കൂടി തന്നെ അത്തരം എക്സാമുകളെ നേരിടാൻ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. സോ ദിസ് ഇസ് എ ടൈം ഫോർ നമ്മൾ നേരത്തെ എക്സാം ലേണിംഗ് എപ്പോഴും പറഞ്ഞാണ് സ്റ്റാർട്ട് ഏർലി. നേരത്തെ തുടങ്ങിയാൽ നേരത്തെ എത്താം, നല്ല വിജയത്തിലെത്താം. തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷൻ ടൈം അതിന് ഉപയോഗപ്രദമാക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം. താങ്ക്